നമസ്കാരം. തന്ത്ര ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന തന്ത്രയുടെ പുതിയ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ തന്ത്രശാസ്ത്ര വിഷയത്തിലെ അല്ലെങ്കിൽ തന്ത്രശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലൂടെ ശിഷ്യൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. തന്ത്രം എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈശ്വരൻ, ജഗത്, ജീവൻ, ഈ മൂന്ന് തത്വങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ആണ് മുന്നോട്ട് ചലിക്കുന്നത്. അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തിൻ്റെ ബേസിക്കായിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനം. അപ്പം ഇതിലെ വഴിയിലൂടെ സാധന ചെയ്യുമ്പം സ്വസ്വരൂപം പ്രകാശിപ്പിച്ച് ഒരു ജീവൻ ബന്ധിതനാണ്. ഇപ്പോൾ കർമ്മത്തിലൊക്കെ ബന്ധിതനായിരിക്കുമ്പം ആ ബന്ധിതനായിരിക്കുന്ന വ്യക്തി അതിനെ നിന്ന് മുക്തമായിട്ട് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുക എന്നുള്ളതാണ് ഈ ശാസ്ത്രത്തിൻ്റെ ബേസിക് കീ. അപ്പോൾ എന്ന് പറയുന്നത്, നമ്മൾ ആൾക്കാർ തന്ത്രശാസ്ത്രത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന സമയം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ എല്ലാവരും മുക്തിയെ ആശ്രയിച്ചൊന്നുമല്ല വരുന്നത്. മുക്തി എല്ലാവർക്കും ഒന്നും വേണ്ട. പക്ഷേ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ജീവിതത്തിൽ വരും. വളരെ പുണ്യാത്മാക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ജന്മനാൽ ഈശ്വരനെ ആശ്രയിക്കുന്നതും ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ തന്നെ ഈശ്വര സന്നിധിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ രമണ മഹർഷി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ആ തിരുവണ്ണാമലയിൽ നിന്നുള്ളൊരു ശബ്ദം കേട്ടപ്പോൾ മാത്രം, ആ പേര് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ ഒരു ഉണർച്ച വന്നു. പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ജീവിത പ്രതിസന്ധികൾ വരുമ്പം കർമ്മം നമ്മളെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കും. നമുക്കൊരു ഈശ്വര നിയോഗം ഉണ്ടെങ്കിൽ കാലം നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾക്കനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ ഒരു വീഴ്ച വരും. ആ വീഴ്ചയിൽ നമ്മുടെ കർമ്മം കുറേ ക്ഷയിച്ചു പോവുകയും നമ്മുടെ മുന്നിലേക്ക് ഈശ്വര പാത തുറക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് വാസ്തവത്തിൽ മിക്കപ്പോഴും ശിഷ്യന്മാർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിപ്പെടുന്നത്. അതിന് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. വിളംബരം ചെയ്യാൻ ഒരുപാട് മേഖലകളുള്ളത് കൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ അടക്കം എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ അവിടേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വഴിയിലൂടെയൊക്കെയാണ് എത്തിപ്പെടുന്നത്. അപ്പം അവിടേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞ പോലെ ജ്ഞാനം വഴിയും അതിൻ്റെ തന്ത്രത്തിൻ്റേതായിട്ടുള്ള യോഗശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെയും അതുപോലെ തന്നെ കർമ്മ വഴിയിലൂടെയും അതുപോലെ തന്നെ ചര്യമാർഗത്തിലൂടെയൊക്കെ പലതരത്തിലുള്ള സമ്പ്രദായങ്ങൾക്കനുസരിച്ചാണ് ഒരു ശിഷ്യനെ ഗുരു മുന്നിലേക്ക് നടത്തുന്നതും പരമാവസ്ഥയായിട്ടുള്ള മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതും. പക്ഷേ ഇവിടെ മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്നും ഭാരതവർഷത്തിലുണ്ടായ മിക്ക ശാസ്ത്രങ്ങളും, എല്ലാ ശാസ്ത്രങ്ങളും മോക്ഷത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ മോക്ഷത്തിനാണ് വേണ്ടിയിട്ടുള്ള ശാസ്ത്രങ്ങളാണെല്ലാം. മനുഷ്യൻ്റെ അൾട്ടിമേറ്റ് എയിം അത് തന്നെയാണെന്നുള്ളതാണ്. സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് എന്നുള്ളത് തന്നെയാണ് എല്ലാ ശാസ്ത്രവും പറയുന്നത്. പക്ഷേ ഇവിടെ വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ വേദാന്ത ആചാര്യന്മാരുടെ കണ്ണിൽ ഈശ്വരൻ സച്ചിത് ആനന്ദമാണ്, ഈ കാണുന്നതെല്ലാം ഇല്ലാത്തതാണ്, മായയാണ് എന്നുള്ളതാണ്, അല്ലേ? അതുപോലെ ഈശ്വരൻ്റെ സ്വതന്ത്ര ശക്തിയാണ് മായ എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ തന്ത്രശാസ്ത്രത്തിൽ പ്രമാണവേദ്യനായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് പൂർണ്ണസ്വരൂപനാണ് എങ്കിലും സർവ്വ ഐശ്വര്യങ്ങളോടും കൂടിയിട്ടുള്ള, സർവ്വകലകളോടും കൂടിയിട്ടുള്ള, സർവജ്ഞാനത്തോടു കൂടിയിട്ടുള്ള ഡൈനാമിക് ഫോഴ്സായിരിക്കുന്ന പൂർണ്ണമായ മൂർത്തിത്വവും കൂടിയാണ് നമ്മുടെ ഇവിടുത്തെ ഈശ്വര സങ്കല്പം. തന്ത്രശാസ്ത്രത്തിൽ ഒരേ സമയം തന്നെ അൺമാനിഫെസ്റ്റഡുമാണ്, അറ്റ് ദ സെയിം ടൈം മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഈശ്വര സങ്കല്പവും കൂടിയാണ് തന്ത്രത്തിൽ പറയുന്ന മോക്ഷമാർഗികളായിട്ടുള്ള എല്ലാ ഈശ്വര സങ്കല്പങ്ങളും. അതുകൊണ്ട് തന്നെ എല്ലാ ചരാചരങ്ങളിലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന, ഈശ്വരൻ സർവഭൂതാനാം ഹൃദയശി അർജുന തിഷ്ഠതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ചരാചരങ്ങളിലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വൈഷ്ണവ താന്ത്രികരുടെ പ്രധാന ഒരു ഉപാസനാ ഗ്രന്ഥമായിരിക്കുന്ന ഭാഗവതത്തിലെ സ്ഥൂലതത്വമായിട്ട് കാണിക്കുന്നത് പലതും മീനായതും ആമയായതും മത്സ്യം കൂർമ്മം വരാഹമായതും സിംഹമായതും കുഞ്ഞു ബ്രാഹ്മണക്കുഞ്ഞായ വാമനനായതും എല്ലാം ക്ഷത്രിയനായതും എല്ലാം ഈശ്വരൻ്റെ പല ഭേദങ്ങളാണ്. ഭാഗവതത്തിൻ്റെ തത്വം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണജലത്തിൽ നിന്നും ആദ്യമായിട്ടുണ്ടായ പ്രാണൻ്റെ ഉത്ഭവം എന്നൊക്കെ അതിനെ സൂക്ഷ്മതലത്തിൽ പറയുമെങ്കിലും നമുക്കിവിടെ സ്ഥൂലതലം നോക്കിയാൽ, നമ്മളിപ്പോൾ സാധാരണക്കാരാണ്, അപ്പോൾ സ്ഥൂലതലം നോക്കിയാൽ നമുക്ക് ഇതെല്ലാം നമ്മുടെ ആരാധനാ വിഷയമാണ്. ഇതിലൂടെയെല്ലാം നമുക്ക് ഈശ്വരനെ കാണാം. മത്സ്യത്തെ കാണുമ്പം കാരണജലത്തിലൂടെ പോകുന്ന അതിൻ്റെ യോഗത്തിൻ്റെ സൂക്ഷ്മതത്വങ്ങളെക്കുറിച്ച് പറയുകയും അതിനുള്ളിലിരിക്കുന്ന കാരണസ്വരൂപനായിട്ടിരിക്കുന്ന സാക്ഷാൽ പരമാത്മാവിനെ കാണാനും സഹായിക്കുന്ന ശാസ്ത്രമാണ്. ഒരാൾക്ക് മത്സ്യാവതാരത്തിൻ്റെ ഉപാസനയാണ് അയാൾക്ക് കിട്ടുന്നതെങ്കിൽ അയാൾ മത്സ്യാവതാര രൂപിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ പൂജിക്കുമ്പം അതിൻ്റെ കരചരണങ്ങളോട് കൂടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. കൈയും കണ്ണും മൂക്കും നാക്കും ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട്
അതിൻ്റെ സൂക്ഷ്മതത്വങ്ങൾ, കാരണജലത്തിലൂടെ ആദ്യത്തെ പ്രകൃതിയുടെ ഉത്ഭവത്തെക്കുറിച്ചും, അങ്ങനെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള യോഗതത്വങ്ങളും ജ്ഞാനതത്വങ്ങളും അതിനുണ്ട്. ആ സൂക്ഷ്മതത്വത്തിൽ നിന്നും അതിൻ്റെ കാരണം പരമമായ തത്വത്തിലേക്ക് പോകുമ്പം സാക്ഷാൽ പരമാത്മാവ്. അപ്പം മുകളിൽ നിന്നും താഴേക്കും, താഴെയിൽ നിന്നും മുകളിലേക്കും അവരവരുടെ തലമനുസരിച്ച് അവിടേക്ക് ഭഗവാൻ ഇറങ്ങി വരും എന്നുള്ളതാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് സൃഷ്ടിസ്ഥിതി സംഹാര തിരോഭാവം. അനുഗ്രഹം എന്ന് പറയുന്നത് ഭഗവാൻ താഴേക്ക് ഇറങ്ങി വരിക, ഭഗവാൻ ഇറങ്ങി വരുന്ന അവസ്ഥയാണ്. അപ്പം ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അംശമായിരിക്കുന്ന ഈ സാധകനെ പൂർണ്ണതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഈശ്വരൻ രൂപത്തിൽ ഇറങ്ങി വരിക എന്നുള്ളത് തന്നെയാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരടിസ്ഥാനം, അതിൻ്റെ ക്വാളിറ്റിയും. അപ്പം ആൾക്കാർ പലരും ചോദിക്കാനുണ്ട്, ജിനേഷ് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവത എന്ന് പറയുന്ന ഒരു എനർജിയാണോ, അതോ ഒരു രൂപമാണോ, അതോ ഇതൊക്കെ ഒരു സങ്കല്പമാണോ, ഇതൊക്കെ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ളൊരു ഇതിന് ഉള്ളതാണോ, ഇതൊക്കെ ഉള്ളതാണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പം കർത്തും അകർത്തും അന്യതാകർത്തും അല്ല ഈശ്വരൻ, ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ചെയ്തതിനെ മാറ്റി ചെയ്യാൻ കഴിവുള്ള ആളുമാണ് ഈശ്വരൻ. അപ്പം ബിയോണ്ട് ടൈം സ്പേസ് ആണ്, എന്തും ചെയ്യാൻ കഴിവുള്ളതാണ്, എന്തായി മാറാനും കഴിവുള്ള ആളാണ് ഈശ്വരൻ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് പരമാത്മാവായിരിക്കാം, മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലും ഇരിക്കാം, എനർജി ആയിട്ടും ഇരിക്കാം, രൂപങ്ങളോടുകൂടി ഇരിക്കാം, നമുക്ക് പരിചയമുള്ള ആളായിട്ടിരിക്കാം. നമ്മുടെ തലം ഏതവസ്ഥയിലാണോ ആ തലത്തിലേക്ക് എത്താൻ ഈശ്വരന് പ്രയാസമൊന്നുമില്ല. നമ്മൾ ഈശ്വരൻ്റെ അവസ്ഥയിലേക്ക് എത്താനുള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. അതെന്താ ചെയ്യേണ്ടത്? പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുന്ന വിഷയം ആത്മാർത്ഥമായിട്ട് അങ്ങ് ചെയ്യുക. പ്രാർത്ഥിക്കുന്നതാണെങ്കിലും ധ്യാനിക്കുന്നതാണെങ്കിലും സാധന ചെയ്യുന്നതാണെങ്കിലും അമ്പലത്തിൽ പോകുന്നതാണെങ്കിലും ഇതുണ്ട് എന്ന് വിചാരിച്ച് തന്നെ, വേറെ ആരെയും ബോധിപ്പിക്കാനോ നമ്മുടെ ഇൻ്റലക്ച്വൽ നോളജിനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടൊന്നുമില്ല. ആരെയും ബോധിപ്പിക്കേണ്ട. ചെയ്യുന്ന വിഷയം 100% ആത്മാർത്ഥതയോടുകൂടി, അത് സാധനയായിക്കോട്ടെ, ക്ഷേത്രത്തിൽ പോകുന്നതായിക്കോട്ടെ, പൂജ കഴിക്കുന്നതായിക്കോട്ടെ, മെഡിറ്റേഷൻ ചെയ്യുന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പൂർണ്ണമായിട്ട് ഫോക്കസ്ഡായിട്ട് ചെയ്തു നിങ്ങൾക്ക് ഈശ്വരാനുഭവം ഉണ്ടാകും, ഉറപ്പാണ്. അത് നിങ്ങളുടെ തലത്തിനനുസരിച്ചുള്ള അനുഭവങ്ങളുണ്ടാകും. ഓരോ ലെവൽ നിങ്ങളുടെ മാറുന്നതിനനുസരിച്ച് അതാത് തലത്തിൽ ഉള്ള ഈശ്വരാനുഭവങ്ങൾ വരും. പിന്നെ ഭഗവാൻ അങ്ങ് വലിച്ചുകൊണ്ട് പോകും, അല്ലെ ഭഗവതി വലിച്ചുകൊണ്ട് പോകും. നിങ്ങളുടെ ഉപാസനാമൂർത്തി ഏതാണോ ആ ലോകത്തിലേക്ക്, ആ എനർജിയുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്റ്റഡ് ആവും. നിങ്ങൾക്ക് സാധന ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും. പ്രപഞ്ചത്തിലെ മറ്റു ഊർജ്ജങ്ങൾ എല്ലാമായിട്ടും ഒരു കണക്ഷൻ നിങ്ങൾക്ക് വരികയും ചെയ്യും. അതിന് ഇത്ര മാത്രമേ ഉള്ളൂ. ഫോക്കസ്ഡ് ആകുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ചെയ്യുന്ന സാധന സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവർ വരുമ്പം ഗുരു ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ശിഷ്യന്മാരെ പറ്റിയും ശിഷ്യന്മാരെ പല കാറ്റഗറിയിൽ തന്ത്രശാസ്ത്രം പെടുത്തിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ മാനസിക ഭാവത്തെ മനസ്സിലാക്കിയിട്ട് അയാൾക്ക് ഏത് വഴിയാണ് വേണ്ടതെന്നുള്ളത് കണ്ടെത്തും. ഒരാൾ നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ സാധനയ്ക്ക് അന്വേഷിച്ച് വരികയാണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് സാധന ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് വെക്കുക. അപ്പോൾ തന്ത്രശാസ്ത്ര വിഷയത്തിലൂടെ പോകാനാണ് അദ്ദേഹത്തിൻ്റെ നിയോഗം എങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ഇങ്ങനെയായിരിക്കും. കാരണം പഞ്ചഭൂതാത്മകമായ ഈ ശരീരം, പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഇതിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ 5 ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഭൂമി, ജല, അഗ്നി, വായു, ആകാശം എന്നീ 5 ഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇതിനോടൊപ്പം അയാളുടെ കർമ്മത്തിനനുസരിച്ചുള്ള, അയാളുടെ കർമ്മഫലത്തിനനുസരിച്ചുള്ള അയാളുടെ വാസനയും കൂടെ ചേർന്നിട്ട് ഈ അറിവുകളെ ഒരു പ്രത്യേക രീതിയിലേക്ക് വരുമ്പം അയാളുടെ ക്വാളിറ്റി, അയാളുടെ ആ വ്യക്തിയുടെ ഒരു സൈക്കോളജിക്കൽ ടൈപ്പ് അനുസരിച്ച് അയാൾക്കൊരു ഭാവം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ആ ഭാവത്തിനനുസരിച്ചായിരിക്കും ആചാര്യൻ അയാളുടെ രീതി. ഇപ്പോൾ വാസനയൊക്കെ കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഇപ്പം ഈ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ആയിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടുതരുന്ന അറിവും അയാളുടെ ജീവിത സാഹചര്യവും ഇടപെടുന്ന ആളുകളും അവരുടെ ആ കാലദേശത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം, രാഷ്ട്രീയം, ആ കാലഘട്ടത്തിലെ എല്ലാം, പിന്നെ അവരവരുടെ ചിന്തയും ഇതിനുള്ള കാഴ്ചപ്പാടും ഇതിലേക്ക് ഉള്ള വാസനകളും, ചിത്തത്തിൽ നിന്ന് വരുന്ന ഇതിലേക്ക് വരുന്ന വാസനകളും എല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും ആ വ്യക്തിയുടെ ഒരു ഭാവം വരുന്നത്. അപ്പോൾ ഇത് ഏത് ഭാവത്തിൽ വേണം, ഏത് ടൈപ്പ് സാധനം വേണം എന്നുള്ളത് ഗുരു അയാളുടെ ഒരു സൈക്കോളജിക്കൽ ടൈപ്പ് വെച്ചിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? വരുന്നുണ്ട് എല്ലാവർക്കും ഒരേപോലെ അങ്ങ് എടുത്ത് കൊടുക്കില്ല. അപ്പോൾ ആ മാനസിക ഭാവത്തെ അനുസരിച്ച് തന്ത്രശാസ്ത്രം 3ആയിട്ട് തരംതിരിക്കും. ഒന്ന് പശുഭാവം എന്ന് പറയും, ഒന്നാമത്തേത്. രണ്ടാമത്തേത് വീരഭാവം
എന്ന് പറയും. മൂന്നാമത്തേത് ദിവ്യഭാവം എന്നും പറയും. 90% ആൾക്കാരും പശുഭാവത്തിൽപ്പെട്ടവരാ. പാശത്താൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള ജീവൻ്റെ മാനസിക ഭാവത്തെയാണ് പശുഭാവം എന്ന് പറയുന്നത്. പാശത്താൽ, കർമ്മപാശത്താൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള ജീവൻ്റെ മാനസിക ഭാവത്തെയാണ് പശുഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാ കാര്യത്തിനും ഒളിച്ചോടാൻ പേടിയായിരിക്കും, ജോലി വേണ്ടെന്ന് വെക്കാൻ പേടിയായിരിക്കും, കുടുംബത്തെ ഉപേക്ഷിക്കാൻ പേടിയായിരിക്കും, എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാൻ ഭയമായിരിക്കും. എനിക്ക് ഈ ഭൗതിക ജീവിതത്തോടൊപ്പം തന്നെ ആധ്യാത്മിക ജീവിതവും കൊണ്ടുപോകണം ജിനേഷ് ജി, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. എനിക്കിതൊന്നും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല ഇത്. അപ്പോൾ അവരൊക്കെ പശുഭാവമുള്ളവരാണ്, സാധാരണ ചിന്താഗതിയുള്ളവരാണ്. അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ഈശ്വരനിൽ ഉറച്ച ഭക്തി ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള അനുഭവങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു ഡിറ്റാച്ച്മെൻറ്റ് വന്നിട്ട് പരമമായിട്ടുള്ള ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകണം എന്നാഗ്രഹിക്കുകയും അതേസമയം തന്നെ തൻ്റെ കടമകളെല്ലാം ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിക്കുകയും ഒരേ സമയം ചെയ്യും. അപ്പോൾ ഒരേ സമയം സംസാരബന്ധനത്തിൽ നിന്ന് ഒഴിവാകണമെന്ന് ആഗ്രഹിക്കുകയും ഈശ്വരോന്മുഖമായിട്ട് പോവുകയും ചെയ്യുന്ന സമയം തന്നെ ഇവിടുത്തെ കാര്യങ്ങളും തൻ്റെ കടമകളിൽ നിന്നെല്ലാം ചെയ്തു തീർത്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ദിവ്യമായ ഒരു ഭാവത്തെ പറയുന്ന പേരാണ് പശുഭാവം എന്ന് പറയുന്നത്. 90% ആൾക്കാരും അങ്ങനെയാണ്. അങ്ങനെയുള്ളവരാണ് ഉത്തമ ഗ്രഹസ്ഥരാകുകയും ചെയ്യുന്നത്. അടുത്തത് വീരഭാവം എന്ന് പറയുന്നത്, വീരമാത എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ പറയത്തില്ലേ, വീരന്മാരുടെ മാതാവ്. മോക്ഷേച്ഛ കൊണ്ട് ജ്ഞാനം സമ്പാദിച്ച് അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വീരമായിട്ടുള്ള ഭാവം. മോക്ഷേച്ഛ, മോക്ഷമാണ് എനിക്ക് ഏറ്റവും പ്രധാനം, മറ്റൊരു വിഷയങ്ങളിലും ബന്ധമില്ലാതെ, ടച്ചില്ലാതെ, ഭൗതികപരമായിട്ടുള്ള ഒരു കണക്ഷനുമില്ലാതെ എല്ലാത്തിൽ നിന്നും ഇറങ്ങി വീരന്മാരെ പോലെ പെരുമാറുന്ന, ചിലപ്പോൾ ഗാർഹസ്ഥ്യമൊക്കെ ഉണ്ട്, പക്ഷെ വളരെ ഡീപ്പായിട്ട് മോക്ഷമാണ് എന്നുള്ളത് പൂർണ്ണ ഉറപ്പ്, ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ പൂർണ്ണമായിട്ടും എനിക്ക് മോക്ഷമാണ് പ്രധാനം എന്ന് പറഞ്ഞ് അതിശക്തമായിട്ടുള്ള സാധനകൾ ചെയ്തു പോകുന്നവരാണ് വീരഭാവം അല്ലെ വീരസാധനയുള്ളവർ. വളരെ കുറച്ച് പേരേ ഉള്ളത്. പൂർവ്വജന്മത്തിൽ ഒരുപാട് സാധന ചെയ്ത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന സോളാണ്. അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ, വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ആ ഒരു ഈശ്വരോന്മുഖമാവുകയും അതിശക്തരായിട്ടുള്ള സാധകരായി മാറാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. ഇങ്ങനെയുള്ളവർക്കാണ് കൂടുതലും വീരസാധനകൾ തന്ത്രശാസ്ത്രത്തിലെ തന്നെ ശാക്തേയാരാധനയിൽ പെടുന്നതും ശൈവാരാധനയിൽ പെടുന്ന വീരസമ്പ്രദായങ്ങളൊക്കെ പെടുന്നത്. ഇപ്പോൾ ശാക്തേയാരാധന എന്ന് പറയുമ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകും. ശാക്തേയം എന്ന് മലബാർ ഏരിയകളിൽ പറയുന്നത് ഭഗവതിയെ മാംസത്തോടു കൂടിയിട്ടുള്ള പൂജയുടെ ഒക്കെ പേരാണ്. മാംസം നിവേദ്യമായിട്ടൊക്കെ വെക്കുക, അല്ലെങ്കിൽ ഗുരുതിയൊക്കെ, കോഴിയൊക്കെ ഗുരുതി കഴിച്ച് ചെയ്യുന്ന പൂജകളെയാണ് ഇപ്പം ശാക്തേയ ബ്രാഹ്മണരായിട്ടുള്ളവർ കഴിക്കുന്ന പൂജ അല്ലെ ആ സമ്പ്രദായത്തെയാണ് ശാക്തേയം, അല്ലാതെ ചെയ്യുന്നവരെ ശാക്തേയർ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഏത് ആരാധനാ സമ്പ്രദായത്തിലൂടെ ആണെങ്കിലും ഏത് ഭാവത്തിലൂടെയാണെങ്കിലും ശക്തിയെ, ഭഗവതിയെ ആശ്രയിക്കുന്നവരുടെ പേരാണ് ശാക്തേയർ. അത് ഇന്ന സമ്പ്രദായം എന്നൊന്നുമില്ല. ഏത് സമ്പ്രദായത്തിലായാലും, ഏത് ഭാവഭേദം ഉണ്ടായാലും, ഏത് ആചാരഭേദം ഉണ്ടായാലും, ഏത് ദേശഭേദം ഉണ്ടായാലും ശരി, ദേവിയെ ആശ്രയിക്കുന്നവർ, ദേവിയിലൂടെ മുക്തരാവാൻ ആഗ്രഹിക്കുന്നവർ, ദേവിയുടെ പാതാരബിന്ദങ്ങളെ ശരണം പ്രാപിച്ച് ജീവിക്കുന്നവരെല്ലാം ശാക്തേയർ തന്നെയാണ്. അതിനകത്ത് സംശയമില്ല. അപ്പം ശാക്തേയം എന്ന് പറയുന്നത് മലബാർ ആ ദേശത്ത് ശാക്തേയർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ശാക്തേയ പൂജ എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫറൻ്റ് ആണ്. അത് ആ ദേശത്ത് മാത്രമുള്ളതാണ്. എന്നോട് ചിലവർ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സാന്ദർഭികവശാൽ ഇതങ്ങ് പറഞ്ഞു എന്നുള്ളൂ. അടുത്ത് നമുക്ക് ദിവ്യഭാവത്തിലേക്ക് നോക്കാം. ഭാവത്തിൽ പശുഭാവം കഴിഞ്ഞു, വീരഭാവം കഴിഞ്ഞു. ദിവ്യഭാവം എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഈശ്വര സാധനയിൽ ഇരിക്കുകയും എപ്പോഴും ഞാനും ഈശ്വരനും ഒന്നാണെന്നുള്ള ബോധത്തിൽ ലയം പ്രാപിച്ച് ആ ഒരു ദിവ്യഭാവത്തിൽ ഇരിക്കുന്നവരുടെ പേരാണ് ദിവ്യോപാസകർ, അല്ലെങ്കിൽ ആ ഇരിക്കുന്നവരുടെ ഭാവമാണ് ദിവ്യഭാവം എന്ന് പറയുന്നത്. അതൊരു ജീവൻ്റെ നിലയാണത്. അത് വളരെ കുറച്ച് പേരെ ഉണ്ടാവും. ഇപ്പം ശ്രീരാമകൃഷ്ണദേവൻ കാളിയിൽ ലയിച്ച് താനും കാളിയും താനും ഈശ്വരനും ഒന്നാണെന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന, ഭാവസമാധിയിലിരിക്കുന്ന അവസ്ഥ, ആ ദിവ്യഭാവമാണത്. രമണ ഭഗവാൻ അരുണാചലവും ഞാനും ഒന്നാണെന്ന് പറഞ്ഞ് ആ ഒരു പൂർണ്ണാവസ്ഥയിലിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് ഭൂമിയിൽ ജന്മമെടുക്കുന്ന ദിവ്യന്മാരുടെ ഭാവമാണ്. ഉപാസകനും ഉപാസനയും രണ്ടും, ആ ദേവതയും എല്ലാം, ഗുരുവും ഈശ്വരനും ഉപാസകനും എല്ലാം കൂടെ ഒന്നായി തീർന്ന്
ഇരിക്കുന്ന ആ ഭാവത്തിലിരിക്കുന്ന ജീവൻ്റെ അവസ്ഥ, അങ്ങനെയുള്ളവരാണ് ദിവ്യഭാവം ഉള്ളവർ എന്ന് പറയുന്നത്. ഈ ഭാവങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഗുരുനാഥൻ്റെ അടുത്തേക്ക് ഒരു ശിഷ്യൻ കടന്നു വരുമ്പം, ഇപ്പം നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പം ഇവൻ്റെ റേഞ്ച് ഏതാണ് എന്നൊക്കെ, അല്ലെങ്കിൽ ആണോ പെണ്ണോ ആരും ആയിക്കോട്ടെ, റേഞ്ച് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അയാളെ ഉപാസനയുടെ ഒരു തലത്തിലേക്ക് കടത്തിവിടാൻ. അങ്ങനെയാണിത് ചിന്തിക്കുക. ഭൂരിഭാഗവും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് 90% പശുഭാവത്തിലുള്ളവരാണ്. ചിലവർ വീരഭാവത്തിലുള്ളവരാണെന്ന് പറഞ്ഞ് ഫാൻസി ഡ്രസ്സ് കളിക്കുന്നു എന്നേ ഉള്ളൂ. വീരഭാവമൊന്നുമില്ല, വെറുതെയാണ്. ദിവ്യഭാവത്തിലുള്ളവരും പറയുമ്പോൾ തന്നെ അറിയാമല്ലോ വളരെ വിരളമായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഭൂരിപക്ഷവും പശുഭാവത്തിലുള്ളവരായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അവർക്കാണ് കുറച്ചുകൂടെ സാധന ചെയ്യാൻ എളുപ്പവും എന്ന് തോന്നുന്നു. അവർക്കാണ് കുറച്ചുകൂടെ സാധന ആവശ്യവും തോന്നുന്നു. ബാക്കി 2 ഭാവത്തിലുള്ളവർ എങ്ങനെയും പ്രകൃതി അവരുടേക്ക് എത്തിക്കും. ഇവർക്കാണ് ഈ ഒരു കൺഫ്യൂഷനും പ്രശ്നങ്ങളും. ഈ പശുഭാവത്തിലുള്ളവർക്കാണ് ഈ എപ്പോഴും ഒരു വടംവലി, ഒരു ഉള്ളിലിങ്ങനെ അസുരനും ദേവനും തമ്മിലുള്ള ഈ വടംവലി നടക്കുന്നത്, സമുദ്രം കടയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിങ്ങനെ തട്ടുന്നതുമൊക്കെ ഈ പശുഭാവത്തിലുള്ളവർക്കാണ്. മറ്റ് 2 ഭാവത്തിലുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇവിടെയാണ് കൺഫ്യൂഷൻസ് കൂടുതലും ഉണ്ടാവുന്നതും. അതുകൊണ്ട് തന്നെ കൂടുതലും അങ്ങനെയുള്ള ആളുകളായിരിക്കും സാധനയിലേക്ക് വരുന്നത്. അപ്പം ശിഷ്യന്മാരുടെ ലക്ഷണങ്ങൾ പറയുമ്പോൾ 13 തരത്തിലുള്ള ശിഷ്യന്മാരെ പറ്റി തന്ത്രഗ്രന്ഥങ്ങൾ പറയുന്നു. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ശാന്തനും വിനീതനും ശുദ്ധാത്മാവും ശ്രദ്ധാവാനും ഗുരുപദേശത്തെ ധാരണ ചെയ്യുവാൻ സമർത്ഥനും കുലീനനും ബുദ്ധിമാനും കൂടിയായ വ്യക്തിയാണ് ശിഷ്യനാകുവാൻ യോഗ്യൻ എന്ന് പറയുന്നു. ശിഷ്യന്മാർ 13 തരത്തിലാണ് ഉള്ളത്. പൊതുവെ എല്ലാ ഇതിലും ശാന്തനും വിനീതനുമായിരിക്കണം, ആവണം, ആവാൻ ശ്രമിക്കണം, ശ്രദ്ധാവാനായിരിക്കണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ശ്രദ്ധ വേണം. അപ്പോൾ അതുപോലെ തന്നെ ഗുരുപദേശത്തെ ധാരണ ചെയ്യാൻ സമർത്ഥനായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്, ഗുരുവിൻ്റെ സമയം പോകും, നമ്മുടെ സമയം പോകും. അപ്പോൾ അത് സ്വീകരിച്ചത് ഉപയോഗിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ബുദ്ധിമാനായിരിക്കണം, കുലീനനായിരിക്കണം, ഒക്കെ ഒരു പ്രധാന ഇതാണ്. അപ്പം ഇങ്ങനെയുള്ള ക്വാളിറ്റികളോട് കൂടിയിട്ടുള്ള 13 തരത്തിലുള്ള 13 കാറ്റഗറിയിൽ പെടുന്ന ശിഷ്യന്മാരുടെ പേരുകൾ പറയാം. ബാക്കി നിങ്ങൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചുകൊള്ളുക. വിസ്താര ഭയം കൊണ്ടാണ് കേട്ടോ. അംബാലക, നിരാധാര, പ്രമോദി, താമസ, ക്ഷതദൃക്, വ്യാപക, പാലക, ഗാലക, ധൗരേയ, അനുമത, പാവക, അമ്പു, വിചാരധി, ഇങ്ങനെ ഓരോ തരത്തിൽ ആണ് ശിഷ്യന്മാരെ പറയുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിൽ ഉള്ള ശിഷ്യന്മാർ ഗുരുവിനെ സേവ ചെയ്ത് പഠിക്കുക, ധനം കൊടുത്ത് പഠിക്കുക, അങ്ങനെ ഒരുപാട് തരത്തിൽ ഇതിനെ പെടും. അപ്പം ഇങ്ങനെയാണ് അംബാലക, നിരാധാര, പ്രമാധി, താമസ, ക്ഷതദൃക്, വ്യാപക, പാലക, ഗാലക, ധൗരേയ, അനുമത, പാവക, അമ്പു, വിചാരധി, ഇങ്ങനെ 13 തരത്തിലാണ് ശിഷ്യന്മാരെ കുറിച്ച് തന്ത്രശാസ്ത്രം പറയുന്നത്. ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് കുലാർണവ തന്ത്രത്തിൽ ശിഷ്യലക്ഷണവും ശിഷ്യന്മാർ ഒരിക്കലും ആക്കരുത് എന്ന് പറയുന്ന ലക്ഷണവും പറയുന്നുണ്ട്. പക്ഷെ അതിവിടെ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഗുരുവിനെ ആശ്രയിക്കുന്നത്. അപ്പം ഒരിക്കലും ശിഷ്യന്മാരാക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അതിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടിച്ച് പോകും. ഇപ്പം ഇത് കലിയുഗമാണ്. എല്ലാ ലക്ഷണങ്ങളോട് കൂടിയിട്ടും ശിഷ്യന്മാരുണ്ടാവില്ല. അപ്പം എല്ലാ ലക്ഷണവും ഉണ്ടെങ്കിൽ ഗുരു പെട്ടെന്ന് വെളിവാകുമല്ലോ. അപ്പം നമുക്ക് കുറവുകളുള്ളത് കൊണ്ടാണല്ലോ ഗുരുവിനെ അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് കുലാർണവ തന്ത്രത്തിൽ പറയുന്ന ശാക്തേയ കൗളതന്ത്രമാണ് കുലാർണവ തന്ത്രം. അപ്പം കുലാർണവ തന്ത്രത്തിൽ പറയുന്ന ശിഷ്യന്മാരുടെ ഒരു ലക്ഷണം പറയാം, ഉത്തമ ശിഷ്യ ലക്ഷണം പറയാം. അത് കുറച്ചുകൂടെ നമുക്ക് ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആയി മാറാൻ ശ്രമിക്കുക സാധന ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ സാധകനായിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ബോധപൂർവം അതായി മാറാൻ ശ്രമിക്കുക. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കുറവുകൾ ആരെയൊക്കെ ശിഷ്യന്മാരാക്കരുതെന്നും കൂടി ഇതിൽ പറയുന്നത് ഞാൻ പറയണില്ല, അതിനി നെഗറ്റീവ് ആക്കിയെന്ന് വിചാരിക്കേണ്ട. ഇതിൽ പറയുന്ന ഉത്തമ ശിഷ്യലക്ഷണങ്ങൾ കുലാർണവ തന്ത്രത്തിൽ ഉത്തമ ശിഷ്യലക്ഷണങ്ങൾ പറയാം. ഈ ഗുരു ശിഷ്യലക്ഷണം പറയുന്നത് 13-ാം അധ്യായമാണ്. അതിനകത്തെ 23-ാമത്തെ ശ്ലോകം മുതൽ 37-ാമത്തെ ശ്ലോകം വരെയാണ് ഉത്തമ ശിഷ്യലക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. ഉത്തമമായ ശരീരലക്ഷണത്തോട് കൂടിയവനായിരിക്കണം, സാധനാവൈഭവം ഉള്ളവനും സമാധിക്ക് യോഗ്യനായവനും വിശിഷ്ടമായിട്ടുള്ള
ഗുണങ്ങളോടും സ്വഭാവത്തോടും സ്വച്ഛയ ശരീരവും അതിനു യോജിച്ചതായ വസ്ത്രവും ഭൂഷണാദികളും അണിഞ്ഞവനും ജ്ഞാനവാനും ധാർമ്മികനും ശുദ്ധമായ മനസ്സോടുകൂടിയവനും ദൃഢവൃതനും സദാചാര തൽപരനും ശ്രദ്ധയുള്ളവനും സദാചാര തൽപരനും. ഇത് കുലാർണതന്ത്രമാണ്, കൗളതന്ത്രമാണ്. കൗളതന്ത്രത്തിൽ ശിഷ്യലക്ഷണം പറയുന്നതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം സദാചാര തൽപരനും ശ്രദ്ധാവാനും ഭക്തി ഉള്ളവനും ദീക്ഷ സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവനും ദീക്ഷ സ്വീകരിച്ചവനും അല്പമാത്രം ആഹാരം കഴിക്കുന്നവനും. അല്പമാത്രമായ ആഹാരം കഴിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും കഴിക്കാതിരിക്കാനൊന്നും അല്ല കേട്ടോ. ഡയറ്റ് പ്ലാനൊന്നുമല്ല ഉദ്ദേശിച്ചത്. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, തിന്നാൻ വേണ്ടി ജീവിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ ഇവിടെ ഉദ്ദേശിച്ചൊരു സാധകൻ്റെ ഒരു ഗുണം. അല്പമാത്രമായ ആഹാരം കഴിക്കുന്നവനും അഗാധമായി ചിന്തിക്കുന്നവനും ഈശ്വരീയമായ വിഷയങ്ങൾ എന്ത് കിട്ടിയാലും അതിൻ്റെ ഗൂഢാർത്ഥത്തിലേക്ക് ശ്രദ്ധിക്കുന്നവനും ചിന്തിക്കുന്നവനും ധീരനും ചിന്താശീലനും കർമ്മകുശലനും സദാ ശുദ്ധി പാലിക്കുന്നവനും. വൃത്തിയായിട്ട് കുളിക്കുകയും നനയ്ക്കുകയും പല്ല് തേക്കുകയൊക്കെ വേണം. സാധകനാണെന്ന് പറഞ്ഞിട്ട് കുളിക്കാതെ നനയ്ക്കാതെ ഇരിക്കരുതെന്ന്. സകലരോടും ബഹുമാനം ഉള്ളവനും ഗുരുവിനോട് വിധേയത്വമുള്ളവനും നന്ദിയുള്ളവനും പാപങ്ങൾ ചെയ്യാത്തവനും നല്ലവരെയും യോഗികളെയും ആദരിക്കുന്നവനും ഈശ്വരവിശ്വാസിയും മഹാമനസ്കനും സകല ജീവജാലങ്ങൾക്കും നന്മ മാത്രം ചെയ്യാൻ ഇച്ഛിക്കുന്നവനും ദാനശീലനും വിശ്വസ്തനും വിനയിയും അസാധ്യമാണെന്ന് പറയുന്ന കാര്യങ്ങൾ പലതും ചെയ്യാൻ കഴിയുന്നവനും അത് സാധ്യമാക്കുന്നവനും ശൂരനും ഉത്സാഹിയും ബലവാനും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ആ സാഹചര്യത്തിന്, അതാണ് ധർമ്മം, സാഹചര്യത്തിന് പറ്റുന്ന രീതിയിൽ പെരുമാറാൻ കഴിയുന്നവനും ആരെയും ചതിക്കാത്തവനും. സാധകനായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആരെയും ചതിക്കാത്തവനും ധൈര്യശാലിയും ഉത്സാഹശാലിയും കോൺഫിഡൻസും ഇറങ്ങിത്തിരിക്കാനുള്ള കഴിവും ധൈര്യശാലിയും ഉത്സാഹശാലിയും ഒക്കെ ആയിരിക്കണം എന്നാ ശിഷ്യൻ, അല്ലെങ്കിൽ ശിഷ്യനാവാൻ പറ്റുന്ന ആൾ. ഇൻസെക്യൂരിറ്റി ഓവർകം ചെയ്യാനാണ് പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ ഈശ്വരോപാസന ചെയ്തിട്ട് ഇപ്പോഴും ധൈര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസമില്ല എന്നർത്ഥം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ ഈശ്വരനിൻ്റെ പാതാരബിന്ദങ്ങളിൽ നിങ്ങൾ ശരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യശാലിയായിരിക്കും, ഉത്സാഹശാലിയായിരിക്കും. തൻ്റെ ആധ്യാത്മിക ഉന്നമനത്തെ ലാക്കാക്കി പ്രവർത്തിക്കുന്നവനും മദ്യം മറ്റ് ലഹരികൾ എന്നിവ ഉപയോഗിക്കാത്തവനും. കുലാർണതന്ത്രമാണ്, പഞ്ചമകാരങ്ങളെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ്. അപ്പം ശിഷ്യലക്ഷണമാണ്. മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്തവനും കഴിവുള്ളവനും സർവരെയും സഹായിക്കാൻ സന്മനസ്സുള്ളവനും സത്യസന്ധനും മിതഭാഷിയും ചിരിച്ചുകൊണ്ട് എന്നാൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരും ആരെയും വിമർശിക്കാത്തവനും ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞാൽ ഗ്രഹിക്കാൻ ത്രാണിയുള്ളവനും ബുദ്ധിമാനും വിശേഷേണ ഉള്ള ബുദ്ധിയോട് കൂടിയവനും തന്നെ പുകഴ്ത്തുന്നതും അന്യരെ ദുഷിക്കുന്നതും കേൾക്കാൻ തൽപരനല്ലാത്തവനും പഞ്ചേന്ദ്രിയങ്ങളെ സംയമനം ചെയ്യുന്നവനും സ്വയം തൃപ്തി കണ്ടെത്തുന്നതിനും സുമുഖനും സന്തുഷ്ടനും ധൈര്യശാലിയും ബ്രഹ്മചാരിയും ആദിവ്യാധികൾ ഇല്ലാത്തവനും ചാബല്യം ദുഃഖം ഭ്രാന്ത് സംശയം രോഗം എന്നിവ ഇല്ലാത്തവനും ആയിരിക്കണം. ഇപ്രകാരമായിട്ടുള്ളതായ സദ്ഗുണ സമ്പന്നനെ വേണം ശിഷ്യനായി സ്വീകരിക്കേണ്ടത്. ഉത്തമ ശിഷ്യൻ ധ്യാനാദികൾ തൽപരനായിരിക്കണം. ഗുരുവിൻ്റെ സദ്ഗുണങ്ങളെ സദാ കീർത്തിക്കുന്നവനായിരിക്കണം. ഗുരുവിനെയും ദേവതയെയും പൂജിക്കുന്നവനും നമസ്കരിക്കുന്നതിൽ തൽപരനും ആയിരിക്കണം. ഗുരുവിൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്നവനായിരിക്കണം. ഈശ്വര പദ്ധതിയിൽ, താൻ വിശ്വസിക്കുന്ന ഈശ്വര പദ്ധതിയിൽ സംശയമില്ലാത്തവനായിരിക്കണം. ജപം ധ്യാനം കുലധർമ്മം എന്നിവയിൽ താല്പര്യമുള്ള ആളായിരിക്കണം. എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. മോക്ഷത്തെപ്പറ്റി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. അൾട്ടിമേറ്റ് എയിം മോക്ഷം തന്നെയാണെന്നുള്ള ഉറപ്പുള്ള ആളായിരിക്കണം. മോക്ഷകാംക്ഷിയായിരിക്കണം. മോക്ഷത്തിന് ആഗ്രഹിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ കാലദേശങ്ങൾക്കനുസരിച്ചുള്ള മറ്റ് ശാസ്ത്രങ്ങളെ മനസ്സിലാക്കുകയും ആ ശാസ്ത്ര കാര്യങ്ങളെ തനിക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും എന്നാൽ തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുകയും സാധാരണ ശാസ്ത്രശാഖകളെ, ലൗകിക തലത്തിലുള്ള ശാസ്ത്രശാഖകളെ
പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്നവനും ആയിരിക്കണം ഗുരു തൻ്റെ ഉത്തമ ശിഷ്യനായിട്ട് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് കുലാർണതന്ത്രത്തിൽ ശിഷ്യലക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ശിഷ്യന്മാരുടെ ലക്ഷണം പറയുന്നുണ്ട്. അതിൽ ഞാനൊന്ന് ക്രോഡീകരിച്ചൊരു കാര്യം പറയാം. ഇതിൽ പറയുന്ന ഒരു 4-5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങളൊരു സാധനയിൽ നന്നായി വളരും. ആരെയും ചതിക്കുകയും പറ്റിക്കുകയും ചെയ്യാതിരിക്കുക, നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അറിഞ്ഞോ അറിയാതെ ആരും ഉദ്രവിക്കാതിരിക്കുക, ആരുടെയും ശാപം വാങ്ങിച്ചു വെക്കാതിരിക്കുക. 1. നമ്പർ 2, നിങ്ങൾക്ക് നല്ലൊരു ചോദന ഉണ്ടാവണം, ഒരു ക്വസ്റ്റ് ഉണ്ടാവണം. എന്തിനാണ് ഈ ജീവിതം? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ എയിം എന്താണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ഉണ്ടാവണം. 3-മത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സത്യവും ധർമ്മവും അറിയാം. അപ്പോൾ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് വളച്ചൊടിച്ചിട്ട് സാധകനാണെന്നും പറഞ്ഞുകൊണ്ട് വാസനകൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച് മുന്നോട്ട് പോകാൻ നോക്കരുത്. ഏത് സാഹചര്യത്തിൽ പെട്ടാലും ഋഷിമാർ പറഞ്ഞത് നമുക്കറിയാം. ഇപ്പം നമ്മളുടെ കുറവുകൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ പലയിടത്തും വീണു പോയേക്കാം. പക്ഷേ സാധനയും ഈശ്വര വിഷയങ്ങളെയും ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. 4-മത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുത്വമാണ്. ഗുരുത്വം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്കപ്പുറമാണത്, ഈശ്വരൻ സഹായിക്കും. 5-മത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു സാധനയും ചെയ്യുന്നില്ല എന്ന് വെച്ചോ, നിങ്ങൾക്ക് സാധന ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു നല്ല ശിഷ്യനാവണം, നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ, എനിക്ക് ഇവിടെ ചെന്ന് പെടേണ്ടതെന്നൊന്നും അറിയില്ല എന്നാണ് ആഗ്രഹമെങ്കിൽ, നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണോ ജീവിക്കുന്നത്, ഏത് കുടുംബത്തിലാണോ പിറന്നത് എങ്കിൽ അവിടെ വന്ന് ജനിക്കാനും അവിടെ വന്ന് പെടാനുമൊക്കെ ഒരു നിയോഗമുണ്ടല്ലോ. നിങ്ങളുടെ കർമ്മപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ വന്ന് പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ പരദേവതയെ നിങ്ങൾ ആശ്രയിക്കുക. 1, നിങ്ങളുടെ പിതൃക്കളുടെ കാര്യങ്ങൾ, പിതൃക്രിയകളോ ശ്രാദ്ധമോ, നിങ്ങൾ ഏത് കുലത്തിലാണ് ജനിച്ചത് അതിൻ്റെ രീതിക്കനുസരിച്ച്, ആ കുലധർമ്മം അനുസരിച്ച്, ആ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും സാഹചര്യം അനുസരിച്ച് അതിൽ പറഞ്ഞിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുക. പിതൃപ്രീതി വരുത്തുക, അതുപോലെ തന്നെ പരദേവതാ പ്രീതി വരുത്തുക. പിന്നെ നിങ്ങൾ ഏത് ദേശത്താണ് ജനിച്ചതെന്ന് വെച്ചാൽ ആ ദേശത്ത് വന്ന് ജനിക്കാനും അവിടെ വന്ന് താമസിക്കാനും ഒക്കെ ഒരു കാരണമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ദേശത്തെ ദേവതയെ അങ്ങ് ആശ്രയിക്കുക, മുന്നോട്ട് പോവുക. കൂട്ടത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണെന്ന് വെച്ചാൽ ദേവിയാണെങ്കിൽ ഏതെങ്കിലും നാരായണീ സ്തുതിയോ ലളിതാ സഹസ്രനാമോ അല്ല അതിലേതെങ്കിലും ഒരു നാമമോ എടുത്ത് ജപിക്കുക. മഹാദേവനാണെങ്കിൽ പഞ്ചാക്ഷരം ജപിക്കുക, അല്ലെങ്കിൽ ശിവസഹസ്രനാമത്തിൽ ശിവ അഷ്ടോത്തര ശതത്തിൽ ഏതെങ്കിലും ഒരു നാമം എടുത്ത് ഡെയിലി റിപ്പീറ്റ് ചെയ്യുക, ജപിക്കുക ഒരു 108 പ്രാവശ്യം വീതം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത വിഷ്ണു ആണെങ്കിൽ വിഷ്ണു ഭഗവാന്റെ സഹസ്രനാമത്തിലെയോ അല്ല അഷ്ടോത്തര ശതത്തിലെയോ ഒരു നാമം, അല്ല ഇത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഒരു നാമമോ എടുത്തിട്ട് ഡെയിലി ഒരു 108 പ്രാവശ്യം ജപിച്ച് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിൽ കാണുന്ന വഴികളിലൂടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ഡെയിലി ഒരു അരമണിക്കൂർ, എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ സാഹചര്യം വന്നാലും, കാറ്റ് വരാം, കോള് വരാം, ചൂട് വരാം, തണുപ്പ് വരാം, അതുപോലെ തന്നെ ദുഃഖം വരാം, സുഖം വരാം, തമാശകൾ വരാം, എന്ത് വന്നാലും മടിയില്ലാതെ ഇത് ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങളുടെ മുന്നിലേക്ക് ഗുരു എത്തിപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തിപ്പെടും, അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ എത്തിപ്പെടും, അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ ഗുരുവാവാൻ ഉള്ളത് അവിടെ എത്തിപ്പെടുകയും ചെയ്യും. അപ്പോൾ ശിഷ്യലക്ഷണത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി വേറെ ഏതെങ്കിലും ദേവതയാണ്, അയ്യപ്പസ്വാമിയാണ്, അല്ലെങ്കിൽ ഗണപതി ഭഗവാനാണ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. എന്നിട്ട് അതിനകത്തെ സഹസ്രനാമങ്ങളോ അഷ്ടോത്തര ശതമൊക്കെ മാർക്കറ്റിൽ അതിൻ്റെ ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആണ്. ഒന്നീ അത് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമമോ എടുത്ത് ഡെയിലി ചെയ്യുക. ത്രിഗുണങ്ങളുടെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനാണ് നമ്മുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേറ്റവും പൊങ്ങി നിൽക്കുന്ന ഒരു വിഷയത്തോടായിരിക്കും ചിലപ്പോൾ നമുക്ക് തുടക്കം ഒരു താല്പര്യം വരുന്നത്. ഇപ്പം ശുദ്ധമായിട്ടുള്ള തമസ്, ശുദ്ധമായിട്ടുള്ള രജസ്, ശുദ്ധമായിട്ടുള്ള സാത്വികതയൊന്നും മനുഷ്യനില്ല. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഏതെങ്കിലും ഒന്ന് പൊങ്ങി നിൽക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടെമ്പറാമെൻറ്റിനനുസരിച്ചുള്ള ഒരു ദേവതയെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് താമസിക ഗുണമാണ് എങ്കിൽ ആ തമസിൽ നിന്നുണ്ടാകുന്ന അധർമ്മത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്നും താഴേക്ക് പോകും. അതുകൊണ്ടാണ് ഉഗ്രദേവതകളെയൊക്കെ ആരാധിക്കുന്നത്. ഇപ്പോൾ ഉഗ്രദേവതയൊക്കെ ആരാധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉഗ്രമാവുമല്ലോ ചെയ്യുന്നത്. ഭദ്രകാളി ആരാധിക്കുന്ന ഒരാൾ പിറ്റേ ദിവസം മുതൽ ഗുണ്ടായുസം കാണിക്കാൻ പോകല്ലേ, സാത്വികനാവും, അത് കുറയും. അതുപോലെ തന്നെ രജസിൻ്റെ അതിപ്രസരം നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ നിങ്ങളിൽ കുറച്ചുകൂടെ ഭൗതികപരമായിട്ട് ലെസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിലേക്കൊക്കെ അല്ലെങ്കിൽ ഡിസയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിലേക്ക് ഒരുപാട് പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദേവതയുടെ നാമമൊക്കെയാണ് ജപിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ശാന്തനായി സ്വസ്ഥനായി തീരുകയും ചെയ്യും.
അപ്പം ആ വൈരാഗ്യത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്നും നിങ്ങൾ വൈരാഗിയിലേക്കും വരും. ഇതെല്ലാം വാസ്തവത്തിൽ സത്വഗുണത്തിൻ്റെ ധർമ്മ ജ്ഞാന വൈരാഗ്യ ഐശ്വര്യത്തിലേക്ക് കടത്തിക്കൊണ്ട് പോവുക ചെയ്യുന്നത്. എല്ലാ സാധനകളും ഒരുപോലെ താമസികമായിട്ടുള്ള ഇപ്പോൾ അഘോര ഉപാസന ആയാലും അല്ലെങ്കിൽ ഭദ്രകാളി ഉപാസനയൊക്കെ ആണെങ്കിലും ചെയ്യുമ്പം ആ ഒരു ഉഗ്രസ്വരൂപത്തിൽ നിന്ന് ഇതിൽ നിന്ന് നമ്മൾ വളരെ ശാന്തമായി സാത്വികനായി മാറുക ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ കാമം അല്ലെങ്കിൽ വളരെ ഡിസയർ ഓറിയൻറ്റഡ് ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരാൾ അതൊക്കെ ഉണ്ടാകുമെങ്കിലും സാധന ചെയ്ത് ധർമ്മജ്ഞാന വൈരാഗ്യവും ഐശ്വര്യങ്ങളിലേക്കുമൊക്കെയാണ് വാസ്തവത്തിൽ ഉയർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരവരുടെ ടെമ്പറാമെൻറ്റിനനുസരിച്ചും അവരവരുടെ മൈൻഡ് സെറ്റിനും അവരവരുടെ സൈക്കോളജിക്കൽ തലത്തിനും അനുസരിച്ച് വേണം ഒരു നാമമാണെങ്കിൽ കൂടിയും തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഗുരു വരികയും നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്നുള്ളത് ഗുരു കാണിച്ചു തരികയും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് നിങ്ങളുടെ അധികാരഭേദമനുസരിച്ച് നിങ്ങളുടെ ഭാവമനുസരിച്ച് ഒരുപാട് കോഷ്ടചിന്തകളൊക്കെ ഉണ്ട് ഇതിന്. അത് ഞാൻ പിന്നീട് അതിനു വേണ്ടി ഒരു ഏരിയ പറയാം, എങ്ങനെയൊക്കെയാണ് അത് ചിന്തിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ചിന്തിച്ചും അതും അല്ലാതെ രഹസ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഇതിലേക്ക് എത്തുന്നതും. അതുകൊണ്ട് ഇൻറ്റേണലായിട്ടുള്ള വിവേകവും ബാഹ്യമായിട്ടുള്ള നിർവേദവും കൂടി ഒരുമിച്ച് ചേരുന്ന വൈരാഗ്യശാലിയായിട്ട്, വൈരാഗ്യം എന്ന് പറയുന്ന വാക്ക് വിരോധം എന്നല്ല അർത്ഥം കേട്ടോ, വൈരാഗ്യശാലിയായിട്ട് മുന്നോട്ട് പോവുക, ഈശ്വരനിൽ സമർപ്പിച്ച് ഫോക്കസ്ഡായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ മുന്നിൽ ഈശ്വരനെ ആശ്രയിക്കാനുള്ള വഴി തെളിയും. അതെന്തിനു വേണ്ടിയാണ്? സമാധാനം ഉണ്ടാവും, സ്വസ്ഥതയുണ്ടാവും, സ്വസ്ഥമായിട്ടിരിക്കാം. ആത്യന്തികമായിട്ടുള്ള മനുഷ്യൻ്റെ സ്വരൂപം തന്നെ ആനന്ദ സ്വരൂപമാണ്. അതുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള വഴിയിലും കൃത്യമായിട്ടുള്ള പാത്തിലും കൃത്യമായിട്ട് സാധനയൊക്കെ ചെയ്തു പോയാൽ സമാധാനവും ഉണ്ടാവും. അപ്പോൾ ഈ ജന്മം തന്നെ എല്ലാവർക്കും ഈ വിഷയത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ. നിങ്ങളുടെ മുന്നിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ, ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്താൽ, ഈശ്വര സ്വരൂപിണിയായിരിക്കുന്ന, പ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ പരാശക്തിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും അനുഗ്രഹത്താൽ നിങ്ങളുടെ മുന്നിൽ ഈശ്വരോപാസനയുടെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള പാത തുറന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വിഷയവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.